ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ LPUയുടെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ വർഷം ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ LPST UPST നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വർഷം ഒരു അവസാനത്തോടു കൂടിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 27 നമുക്ക് എക്സാം ഉണ്ടായിരിക്കും, 28 നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ നമ്മുടെ മുൻവർഷങ്ങളൊക്കെ പഠിച്ചിട്ട് അത് സെറ്റ് ആകാൻ നിയമനം നടക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം കുറച്ച് പിറകിലായി പോയത് കാരണം നിയമനം നടക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ DLED അല്ലെങ്കിൽ BEd കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടിട്ട് ക്വാളിഫൈഡ് ആയിട്ട് നിലവിലെ എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനമായിട്ടും വരുന്ന ടെൻഷനാണ് മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് നമ്മുടെ ഏറ്റവും അധികം നമ്മളെ ടെൻഷൻ ആക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ LPUയുടെ സൈക്കോളജിയുടെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എന്തുകൊണ്ട് മറ്റ് എക്സാമുകളിൽ നിന്നും LPUP വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം 20 മാർക്കിന് വരുന്ന ഈ സൈക്കോളജി പാർട്ട് തന്നെയാണ് അല്ലേ. മറ്റ് എക്സാമുകളെല്ലാം അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് മേക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ LPUയുടെ കേസിൽ ഈ പറയുന്ന സൈക്കോളജിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. സൈക്കോളജിയിൽ നിന്ന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാതെ മറ്റേതിൽ മാർക്ക് സ്കോർ ചെയ്താൽ പോലും നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു ഹയർ റാങ്കിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും എഫേർട്ട് എടുത്ത് LPUയിൽ പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? സൈക്കോളജി തന്നെയാണ് അല്ലേ. സൈക്കോളജി പഠിക്കാതെ LPUക്ക് റാങ്ക് നേടാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ സൈക്കോളജി അങ്ങ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും മാർക്ക് സ്കോർ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്കൊക്കെ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ റാങ്ക് എത്രത്തോളമാണെന്ന് നിശ്ചയിക്കുന്നത് തന്നെ ഇത് തന്നെയാണ്, നിങ്ങളുടെ സൈക്കോളജിയുടെ മാർക്ക് തന്നെയാണ് അല്ലേ. സൈക്കോളജിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് LPUയുടെ കേസിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറിയാലേ, നേരത്തെ പറയുന്ന പോലെ തന്നെ മറ്റ് എക്സാമുകളെ പോലെ SCRT എന്ന് പറയുന്നത് LPUയെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സോഴ്സ് മാത്രമല്ല അല്ലേ. ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന SCRT ലെവൽ തന്നെയാണ്. അതുകൊണ്ട് സയൻസ് ഒക്കെ എടുത്താലും മറ്റ് ടോപ്പിക്സ് എടുത്താലും നമുക്ക് മറ്റ് PSC എക്സാമുകൾ കാണാത്ത രീതിയിലുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ജനറൽ PSC ടോപ്പിക്സിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ചിലതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റാങ്ക് LPUയിൽ നേടണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് സൈക്കോളജി പഠിക്കാം അല്ലെങ്കിൽ അതിന് എത്രത്തോളം സമയം വേണ്ടി വരും? പലർക്കുള്ള ഒരു സംശയമാണല്ലേ. സൈക്കോളജി നമുക്ക് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ എത്ര നാളെടുക്കും, എത്ര തവണ നമ്മൾ റിവൈസ് ചെയ്യണം, എത്ര തവണ റിവൈസ് ചെയ്താലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും? ഇതെല്ലാം എല്ലാവർക്കും പ്രധാനമായിട്ടും വരുന്ന സംശയമാണല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു സിലബസ് ഡീകോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സൈക്കോളജി LPUP എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല രീതി ഏതാണ്, ഇതെല്ലാം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ LPUP എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാമുകളിൽ എസ്പെഷ്യലി നടക്കാൻ പോകുന്ന എക്സാമുകളിലൊക്കെ ഇപ്പോഴത്തെ നിയമന സ്ഥിതിയും കാര്യങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണോ ഇനി അങ്ങോട്ടുള്ള ഒരു ഓപ്ഷൻ? ഒരിക്കലും അല്ല അല്ലേ. നിങ്ങൾ DLED കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അല്ലെങ്കിൽ BEd കംപ്ലീറ്റ് ചെയ്ത് കേട്ടിട്ട് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ് LPUP എന്ന് പറയുന്നത്. കാരണം ജോബ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം അല്ലെങ്കിൽ PSCയിൽ പോലും മറ്റുള്ള അസൂയോടെ നോക്കിക്കാണുന്ന ഒരു ജോബാണ് LPST ആണെങ്കിലും UPST ആണെങ്കിലും അല്ലേ. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജോലി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും പേര് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് ഇനി അങ്ങോട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അറിയില്ല, ഇപ്പോഴത്തെ നിയമനങ്ങളും കാര്യങ്ങളൊന്നും പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഹയർ റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എക്സാമിൻ്റെ സമയത്ത് മാത്രം വന്ന് ഓടിച്ചിട്ടൊരു പഠനത്തിന് നടക്കുന്ന ഒരു കാര്യമാണോ? അല്ല. നമുക്ക് സൈക്കോളജി ആണെങ്കിലും മറ്റു വിഷയങ്ങളിലാണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ഇത്രയും വാസ്റ്റായ SCRTയും സൈക്കോളജിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓൺ ടൈം കവർ ചെയ്ത് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്. സോ ആ ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള LPUയുടെ എക്സ്ക്ലൂസീവ് ലോങ് ടൈം ബാച്ചാണ് നമ്മുടെ LPUP ഗുരു ബാച്ച് എന്ന് പറയുന്നത്. മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രം വെച്ച് നമുക്ക് LPUP പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. LPUക്ക് ആ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ തന്നെ അത്യാവശ്യമാണ്. സോ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ LPUയുടെ ഗുരു ബാച്ച് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കോഴ്സ് ഡീറ്റെയിൽസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. മറ്റ് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജി നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് LP ആണെങ്കിലും UP ആണെങ്കിലും സിലബസ് അറിയാലോ, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് LPUയുടെ സൈക്കോളജി സിലബസിൽ പഠിക്കാനായിട്ട് വരിക അല്ലേ. പഠന സമീപനങ്ങൾ വരും അല്ലേ. പഠന സമീപനങ്ങൾ, സിദ്ധാന്തങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. പിന്നെ മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും അല്ലേ. നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനും അവരുടെ ആശയങ്ങളും എല്ലാം അല്ലേ, ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് വരും. പിന്നെ വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനം, നമ്മൾ നേരത്തെ പഠിച്ച പോലെ മഹാത്മാഗാന്ധിയുടെ ആണെങ്കിലും റൂസോയുടെ ആണെങ്കിലും ഇങ്ങനെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകർ ആരൊക്കെയാണ്, അവരുടെ ദർശനങ്ങൾ എന്തൊക്കെയാണ്, അത് ഇന്ത്യക്കാരുടെയും പഠിക്കണം, മറ്റുള്ളവരുടെയും പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. പിന്നെ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. തോണ്ടേക്കിൻ്റെ ആണെങ്കിൽ മറ്റ് പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം,
പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബഹുമുഖ ബുദ്ധി, അതുപോലെ വൈകാരിക ബുദ്ധി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഒരു ഏരിയയിൽ നിന്നുണ്ടായിരിക്കും. ദെൻ നമ്മുടെ വികാസ തലങ്ങളും വികാസ തത്വങ്ങളും വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ശേഷം വരുന്നതാണ് വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാരമ്പര്യവും പരിസ്ഥിതി, പാരമ്പര്യവും പര്യാവരണവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അഭിക്ഷമതാ പരീക്ഷകൾ ഉണ്ടാകും. അഭിപ്രേരണ, ക്രമീകരണ സംവിധാനം, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. ഇത്രയും ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടാണ് പ്രത്യേകിച്ച് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ ചൈൽഡ് സൈക്കോളജിയിൽ വരാൻ പോകുന്ന LPUP ക്വസ്റ്റ്യൻസ് വരിക. സിലബസ് അറിയാലോ, 2022 ലാസ്റ്റ് വന്നപ്പോൾ സിലബസിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ സൈക്കോളജിയുടെ കേസിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ പ്രധാനമായിട്ടും വന്ന് LPക്ക് ഇംഗ്ലീഷ് ആഡ് ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ടൊരു മാറ്റം. അപ്പോൾ ഈ വർഷം സൈക്കോളജിയുടെ ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ പഠനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോവുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നുള്ളതാണോ? അല്ല, ഇതിൻ്റെ സബ് ടോപ്പിക്സ് നോക്കുമ്പോഴത്തേക്ക് സൈക്കോളജി എന്താണ്, അത്യാവശ്യം വാസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അത്രയും വൈഡായിട്ടുള്ളൊരു സാധനം പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഒറ്റ റൗണ്ട് വെറുതെ വായിച്ചു വിട്ടാൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണോ സൈക്കോളജി എന്ന് പറയുന്നത്? കവർ ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു ഹയർ മാർക്ക് എന്നുള്ള രീതിയിലേക്ക് എത്താനായിട്ട് പറ്റില്ല. സൈക്കോളജിയിലൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജി തന്നെ ഒരു 15 above മാർക്സ് സ്കോർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സൈക്കോളജിയിലൊക്കെ 15 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന മിക്കവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരിക്കലും ഒറ്റ റൗണ്ട് പഠനത്തിലൂടെ മാത്രം പഠിക്കുന്നതിൻ്റെ ഗുണമല്ല. ഒറ്റ റൗണ്ട് വായിച്ചു വിട്ടാൽ മാത്രം നിങ്ങൾക്ക് സൈക്കോളജിയിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ സൈക്കോളജി എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല ആശയം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ LPUPയുടെ സിലബസിനെ നിങ്ങൾ മാക്സിമം 3 ഡിവൈഡ് ചെയ്യുക. ഒന്ന്, നിങ്ങളുടെ ജനറൽ PSC ടോപ്പിക്ക് ഒരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ജനറൽ PSC ടോപ്പിക്ക് ഒരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് SCRT നിങ്ങൾ അടുത്തൊരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. SCRT അടുത്തൊരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സൈക്കോളജി ഒരു 3ാമത്തെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ ഈ 3ഉം പാരലായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് നിങ്ങൾ LPUPയുടെ പ്രിപ്പറേഷൻ്റെ കേസിൽ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ജനറൽ PSC ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യാം, എന്നിട്ട് SCRT പഠിക്കാം, എന്നിട്ട് SCRT ഫുള്ള് കവർ ചെയ്തിട്ട് സൈക്കോളജി പഠിക്കാം. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ഉള്ള ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 3ഉം പാരലായിട്ട് തന്നെ നിങ്ങൾ കവർ ചെയ്ത് പോകണം. കാരണം സൈക്കോളജിയൊക്കെ ആദ്യം തൊട്ടേ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് സിലബസ് മാക്സിമം നേരത്തെ കവർ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ 3 കേസുകളും ആദ്യമേ നിങ്ങൾ സിലബസ് കവർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ PSC ടോപ്പിക്സ് അറിയാലോ, മറ്റേ LD പോലെ അത്രയൊന്നും വൈഡ് അല്ലേ ഇതിൻ്റെ കേസിൽ, LPUPയുടെ കേസിൽ. ഓക്കെ, അപ്പോൾ മറ്റേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ LPUPയുടെ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോവാം. അതിന് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ SCRT നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടേ പോകണം. എസ്പെഷ്യലി SCRT നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് സയൻസ് ചാപ്റ്റേഴ്സിനാണ്. സയൻസിൻ്റെയൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത് SCRTയിൽ നിന്ന് മാത്രമായിരിക്കും, SCRTയിൽ നിന്ന് തന്നെയാണ്. SCRT കവർ ചെയ്താൽ, സയൻസ് ചാപ്റ്റേഴ്സ് കവർ ചെയ്താൽ PSCയുടെ നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ആണ്. ഓക്കെ, അതിനകത്ത് മറ്റ് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നിങ്ങൾ എന്തിലേക്ക് വരണം, സൈക്കോളജിയിലേക്ക് വരുമ്പോഴത്തേക്ക് സൈക്കോളജി നിങ്ങൾ അതിൻ്റെ കൂടെ പാരലായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ സൈക്കോളജിയുടെ സിലബസ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓൺ ടൈം അത് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റൂ. റിവിഷൻ നിങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതുവരെ നടന്ന എല്ലാ LPUP എക്സാംസിൻ്റെ നോക്കിയാലും അതിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത, അതായത് ഏത് വർഷത്തെ LPUPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും സൈക്കോളജി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കാണാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻസിൻ്റെ റെപ്പറ്റീഷൻ നല്ലോണം വരാറുണ്ട് സൈക്കോളജിയുടെ കേസിൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ചോംസ്കി, അത് ഏത് വർഷം എടുത്താലും അത് എല്ലാ വർഷവും ഒന്നെങ്കിൽ LPയുടെ അല്ലെങ്കിൽ UPയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ട് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ PYQ ഓറിയൻറ്റഡ് ആയിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നത് LPUPയുടെ കേസിൽ വളരെയധികം, എസ്പെഷ്യലി സൈക്കോളജിയുടെ കേസിൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലാതെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും, ക്വസ്റ്റ്യൻ വരുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് സൈക്കോളജിയുടെ കേസിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ അറിയില്ല പ്രാക്ടിക്കൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ പ്രാക്ടിക്കലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ PYQ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സൈക്കോളജി പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. തുടക്കത്തിലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ റഷ് വരത്തില്ല. ചെറിയ ടോപ്പിക്സ് വെച്ച് ഡെയിലി കവർ ചെയ്ത് നിങ്ങൾക്ക് സൈക്കോളജി കവർ ചെയ്യാം. അങ്ങനെ മാക്സിമം നേരത്തെ നിങ്ങളത് കവർ ചെയ്താൽ മാത്രമേ മിനിമം ഒരു റൗണ്ടെങ്കിലും ഈ എൻ്റയർ സിലബസ് നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ, ആ ഒരിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ടോപ്പിക് വൈസ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആ റിവിഷൻ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ വേണം നിങ്ങൾ PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, PYQ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആയിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. PYQs കൃത്യമായിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. സൈക്കോളജിയുടെ കേസിൽ PYQ വെച്ച് പഠിക്കുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈക്കോളജിയുടെ ഈ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എവിടെ നിങ്ങൾക്ക് പറ്റും, ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺ ടൈം ഈ സൈക്കോളജിയുടെ സിലബസ് കവർ ചെയ്തിട്ട് അതിൻ്റെ റിവിഷനും കണ്ടക്ട് ചെയ്ത് ആ റിവിഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളും എല്ലാം അറ്റൻഡ് ചെയ്ത് PYQs വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എവിടെ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ലോങ് ടൈം ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. സൈക്കോളജി മാത്രമല്ല LPUP ക്രാക്ക് ചെയ്യാൻ വേണ്ട ഫുൾ ടോപ്പിക്കിൻ്റെ മാക്സിമം ഇയർലി കവറേജ് ആയിരിക്കും. ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ സിലബസ് കവർ ചെയ്യുക. ഓക്കെ, ഡെയിലി സ്റ്റഡി പ്ലാൻ. അപ്പോൾ പലർക്കും വരാറുള്ള സംശയമാണ് എത്ര ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസം എത്ര നേരം വെച്ച് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എത്ര ടോപ്പിക്സ് പഠിച്ചാൽ സിലബസ് കവർ ചെയ്യാം. സോ മാക്സിമം നേരത്തെ അല്ലെങ്കിൽ ഇയർലി നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സിലബസിന് ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിൻ്റെ ക്ലാസ്സസ്, അതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ നമ്മൾ സിലബസ് കവർ ചെയ്തിട്ട് ബാക്കി ടൈം ഫുള്ള് PYQ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയുള്ള റിവിഷൻ നമ്മൾ ഫോക്കസ് ചെയ്യും. ആൻഡ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് PYQ പ്രാക്ടീസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഞാൻ പറയില്ല മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. LPUP കേസിൽ ക്വസ്റ്റ്യൻ്റെ സ്വഭാവം മനസ്സിലാവാനും ഒരു സെൽഫ് അനാലിസിന് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് റെഗുലർ ബേസിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. അത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു അളവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ടും പറ്റും. സോ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആൻഡ് SCRT അറിയാലോ, SCRT എന്ന് പറയുന്നത് LPUP കേസിൽ മറ്റ് എക്സാമുകളെക്കാൾ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. സോ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും, റിവിഷനും ഉണ്ടാകുന്നതായിരിക്കും. സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LPUP ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യമുള്ള എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻസ് എടുക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലേക്ക് വരാനായിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും അതുവരെ നന്നായിട്ട് പഠിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.